ഹോട്ടലിൽ ഭക്ഷണം കിട്ടാൻ വൈകിയെന്നാരോപിച്ച് ജീവനക്കാരനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. കൊളത്തൂർ സ്വദേശി അബ്ദുൽ ഹക്കീം, നിസാമുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, ഇവരെ എപ്പോഴാണ് അറസ്റ്റിലായത്? അതുപോലെ തന്നെ പോലീസ് എന്താണ് പറയുന്നത്? ഈ സംഭവം നടക്കുന്നത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച രാത്രി 10 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കൊളത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പുതുതായി ആരംഭിച്ച ഒരു ഹോട്ടലിലാണ് ഇവർ ഭക്ഷണം കഴിക്കാനെത്തിയത്. ഈ അബ്ദുൽ ഹക്കീമും ഒപ്പം തന്നെ ഈ നിസാമുദ്ദീനും. ഇവർ ഭക്ഷണം ആവശ്യപ്പെട്ടത് അത് ഇവർക്ക് നൽകാൻ വൈകിപ്പോയി. അത് തർക്കത്തിനും ബഹളത്തിനും ഇടയാക്കി. അത് പിന്നീട് അത് കയ്യാങ്കളിയിലായപ്പോൾ അത് പുറത്തെത്തിയും മർദ്ദനത്തിന് കാരണമാവുകയും ചെയ്തു. തുടർന്നാണ് ഇവർ പുറത്തിറങ്ങിയപ്പോൾ ഈ ജീവനക്കാരും പുറത്തിറങ്ങിയിരുന്നു. ആ സമയത്താണ് ഇവർ കൊണ്ടുവന്ന കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും എടുത്തുകൊണ്ടുവന്ന് ഈ ജീവനക്കാർക്ക് നേരെ ഇടിച്ച് തെറിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതാണ് ഇപ്പോൾ ഏറെ വിവാദമാകുകയും ചെയ്തത്. തുടർന്ന് ഈ രണ്ട് പ്രതികളും ഇവിടെ നിന്നും ഒളിവിൽ പോവുകയായിരുന്നു. വയനാട് മാനന്തവാടിയിൽ നിന്നാണ് ഇന്നലെ വൈകിട്ട് ഈ പ്രതികളെ പെരിന്തൽമണ്ണ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പെരിന്തൽമണ്ണ DYSPയുടെ നിർദ്ദേശമുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇത് അന്വേഷണം നടത്തിയിരുന്നത്. അതിനിടയിലാണ് ഇവർ മീനങ്ങാടിയിൽ നിന്നും വയനാട് മീനങ്ങാടിയിൽ നിന്നും പിടികൂടുന്നത്. രണ്ടുപേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർ രണ്ടുപേരും നേരത്തെയും വിവിധ കേസുകളിൽ പ്രതികളായവരാണ്. ഒരാൾ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസിലും മറ്റൊരാൾ ഒരു അനധികൃതമായ മണൽക്കടത്ത് കേസിലും പ്രതിയാണ്. അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് രണ്ടുപേരും. അത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇവരെ ഇന്ന് തന്നെ കോടതി ഹാജരാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാതി. ശരി ശാന്തകുമാർ, എന്തായാലും അവരെ പിടികൂടി അറസ്റ്റിലാക്കി എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്.